വീട്ടില് പെറ്റ്സിനെ വളർത്താനായിട്ട് ആരും തന്നെ കാണത്തില്ലല്ലേ? ഏകദേശം ഒരു 10 വീട്ടില് 8 വീട്ടിലെങ്കിലും പെറ്റ്സ് കാണാതിരിക്കത്തില്ല. കാരണം എന്താന്നല്ലേ, ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ട്രെൻഡ് സെറ്റർ അല്ലേ പെറ്റ്സിനെയൊക്കെ വളർത്തുന്നത് വീട്ടില്. സോ അതുകൊണ്ട് തന്നെ പെറ്റ്സിനോടും ആനിമൽസിനോടും ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണോ വെറ്ററിനറി സയൻസ്? ഇങ്ങനൊരു ഡൗട്ട് എല്ലാവർക്കും കാണുമല്ലോ. അപ്പൊ അത് നമുക്ക് ക്ലിയർ ചെയ്താലോ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് BVSc, അതായത് ബാച്ചലർ ഓഫ് വെറ്ററിനറി സയൻസ് ആൻഡ് ആനിമൽ ഹസ്ബൻഡറി എന്ന് പറഞ്ഞ ഒരു കോഴ്സിനെ കുറിച്ചിട്ടാണ് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം കേട്ടോ. പല സ്റ്റുഡൻസിന്റെ അടുത്തൊന്നും പേരന്റ്സിന്റെ അടുത്തൊന്നും ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു വാക്കാണ് അല്ലെങ്കിൽ ഒരു പ്രയോഗമാണ് MBBS കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടാമത് നോക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് വെറ്ററിനറി സയൻസ് ആണ് കേട്ടോ. അപ്പൊ അതിനു വേണ്ടി മാത്രമുള്ളതാണോ വെറ്ററിനറി സയൻസ്? MBBSനേക്കാളും ഈസി ആണോ ടഫ് ആണോ? MBBS ചൂസ് ചെയ്യുന്നവർക്ക് സെക്കൻഡറി ഓപ്ഷൻ ആയിട്ട് മാത്രം കൊടുക്കാൻ പറ്റുന്നതാണോ വെറ്ററിനറി സയൻസ് എന്ന് പറഞ്ഞ കോഴ്സ്? ഇങ്ങനെയൊക്കെ കുറെ ഡൗട്ട്സ് ഇല്ലേ? ഇതൊക്കെ നമുക്കൊന്ന് നോക്കണ്ടേ? തീർച്ചയായിട്ടും MBBSനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്തായാലും വെറ്ററിനറി സയൻസ് കുറച്ചും കൂടി ടഫ് ആണ് കേട്ടോ. 1 സ്റ്റെപ്പ് പ്രയോറിറ്റി ആണ് ഞാൻ ഇതിന് കൊടുക്കുന്നത്. കാര്യം എന്താണെന്നല്ലേ, നിങ്ങൾ എന്തായാലും ആലോചിക്കും, ഇതെന്താ ഇങ്ങനെ പറയുന്നത്? MBBSൽ ഏറ്റവും വലുത് വെറ്ററിനറി സയൻസ് പിന്നീടല്ലേ, അനിമൽസിനെ കുറിച്ചല്ലേ വെറ്ററിനറി സയൻസ് പഠിക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, MBBSൽ നമ്മൾ നോർമലി ഹ്യൂമൻ അനാട്ടമിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. അതായത് ഒന്നെങ്കിൽ ഒരു ഫീമെയിൽ ഹ്യൂമൻ ബോഡി അല്ലെന്നുണ്ടെങ്കിൽ ഒരു മെയിൻ ഹ്യൂമൻ ബോഡി അല്ലേ. പക്ഷെ വെറ്ററിനറി സയൻസിന്റെ കാര്യത്തിലോട്ട് വരുമ്പോഴത്തേക്ക് അത് കുറച്ചൊന്ന് ചേഞ്ച് വരും. അതായത് നമ്മൾ ഇവിടെ പഠിക്കുന്ന അനാട്ടമി പഠിക്കുന്നുണ്ട്, പക്ഷെ എന്തിന്റെയാണ്? ആനിമൽസിന്റെ അനാട്ടമിയാണ് കേട്ടോ. അതായത് നോർമലി ഉള്ള ഹ്യൂമൻ അനാട്ടമിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആനിമൽസിന്റെ പല പല സ്പീഷീസിന്റെ അനാട്ടമീസ് ആണ് നമ്മൾ വെറ്ററിനറി സയൻസിൽ പഠിക്കുന്നത്. അതായത് കുറച്ചും കൂടെ ഈസി ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല്, ഓരോ ആനിമൽസ്, ഇപ്പൊ ആനിമൽ കിങ്ഡത്തിനകത്ത് നമുക്ക് പല പല സ്പീഷീസ് ഓഫ് ആനിമൽസ് കാണും. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു സിംഹത്തിന്റെ ഒരു അനാട്ടമി ആയിരിക്കുന്നില്ല നമ്മൾ പറക്കുന്ന ഒരു പക്ഷിയുടെ എന്ന് പറയുന്നത് അല്ലെ. സോ അപ്പൊ അത് തമ്മിൽ കുറെ ഡിഫറൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ വെറ്ററിനറി സയൻസിനകത്ത് കുറച്ച് ഡീപ്പായിട്ടാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് MBBSനേക്കാളും ഒരു സ്റ്റെപ്പ് മുകളിൽ തന്നെയാണ് വെറ്ററിനറി സയൻസ് കോഴ്സ് വരുന്നത്. അപ്പൊ വെറ്ററിനറി സയൻസ് എടുക്കാൻ പറഞ്ഞ് ചിന്തിച്ച് അതൊന്നും അതിനെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ച് ക്ലിയർ ചെയ്ത് ഓക്കെ ആക്കി ഇരിക്കുന്നവരൊക്കെ ആയിരിക്കും. പക്ഷെ എന്നാലും അവർക്ക് കുറെയൊക്കെ ഡൗട്ട് കാണും. ചേച്ചി, വെറ്ററിനറി സയൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നീറ്റ് ക്വാളിഫൈ ചെയ്യണോ? നീറ്റ് എക്സാം അറ്റൻഡ് ചെയ്യണോ? അത് കമ്പൽസറി ആണോ? നീറ്റിന് ഇത്ര സ്കോർ ഉണ്ടെങ്കിൽ നമുക്ക് അഡ്മിഷൻ കിട്ടത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ കുറെ ഡൗട്ട്സ് ഉണ്ട് അല്ലെ. അപ്പൊ അതൊന്ന് നോക്കിയാലോ ഇനി. കറന്റ്ലി NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വെറ്ററിനറി സയൻസ് എന്ന് പറഞ്ഞ കോഴ്സിനെ നീറ്റിന്റെ അണ്ടറിൽ കൊണ്ടുവന്നിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ നീറ്റ് ക്വാളിഫൈ ആവാത്ത സ്റ്റുഡൻസിനും ഇന്ത്യയിൽ വെറ്ററിനറി കോഴ്സിന് അഡ്മിഷൻ എടുത്ത് പഠിക്കാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. പക്ഷെ ഓരോ സ്റ്റേറ്റ്സിനും അതിന്റെ കൗൺസിലിംഗ് അതോറിറ്റീസിനും സർട്ടൺ ക്രൈറ്റീരിയസ് അല്ലെങ്കിൽ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയസ് വെച്ചിട്ടാണ് അവർ അഡ്മിഷൻ കൊടുക്കുന്നത്. സോ നമ്മളിപ്പം എക്സാമ്പിൾ നമ്മൾ കേരളത്തിന്റെ ഒരു കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇൻസൈഡ് കേരള നിങ്ങൾക്ക് വെറ്ററിനറി കോഴ്സിന് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നീറ്റിന്റെ സ്കോർ ബേസിസിലാണ് എൻട്രൻസ് കമ്മീഷണർ വെറ്ററിനറിക്കുള്ള കൗൺസിലിംഗ് നടത്തി വരുന്നത്. അതുപോലെ തന്നെയാണ് ഓൾ ഇന്ത്യ എടുത്ത് നോക്കുകയാണെങ്കിൽ സെയിം ഇത് തന്നെയാണ്. നമുക്ക് നീറ്റിന്റെ അണ്ടറിലാണ് നമുക്ക് വെറ്ററിനറിക്ക് അഡ്മിഷൻസ് നടക്കുക. അപ്പൊ ഇൻസൈഡ് കേരള നിങ്ങൾ അഡ്മിഷൻസ് ഒക്കെ നോക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ കമ്പൽസറി ആയിട്ട് നീറ്റ് അറ്റൻഡ് ചെയ്ത് നീറ്റ് ക്വാളിഫൈ ചെയ്ത് എബോവ് 590 or 560 ഒക്കെ സ്കോർ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇൻസൈഡ് കേരളയിലുള്ള 2 കോളേജുകൾ മാത്രമേ ഉള്ളൂ അതിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ വെറ്ററിനറി കോഴ്സിന്. ഞാൻ പറഞ്ഞ പോലെ കറന്റ് നമുക്ക് 2 കോളേജുകളിലാണ് ഇൻസൈഡ് കേരളയിൽ ഈ ഒരു കോഴ്സ് പഠിപ്പിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കോളേജ് ഓഫ് വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസസ് തൃശൂർ മണ്ണുത്തിയും, അതുപോലെ കോളേജ് ഓഫ് വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസസ് വയനാടുള്ള പൂക്കോടും ആണ് നമുക്കിത് വരുന്നത്. ഇപ്പൊ എന്തായാലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ക്ലിയറൻസ് ആയി കാണുമല്ലോ. അതായത് നീറ്റിന്റെ സ്കോർ ബേസിസിലാണ് കേരളത്തിൽ അഡ്മിഷൻ വരുന്നതും. അപ്പൊ നീറ്റ് മസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്തിരിക്കണം, ക്വാളിഫൈ ആയിരിക്കണം, ഏകദേശം നല്ല സ്കോർ ഉണ്ടെങ്കിൽ മാത്രമേ അഡ്മിഷൻ കിട്ടുള്ളൂ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് തീർപ്പായിട്ടുണ്ട്. അപ്പൊ ഇനി വേറൊരു സ്റ്റുഡൻസിന് എന്തായാലും ഒരു കാറ്റഗറി സ്റ്റുഡൻസിന് ഡൗട്ട് വരും. നീറ്റ് ഞങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഡിസ്ക്വാളിഫൈ ആണ്, ക്വാളിഫൈ ആയിട്ടില്ല, സ്കോർ കുറവാണ്, അപ്പൊ ഞങ്ങൾക്ക് അഡ്മിഷൻ കിട്ടത്തില്ലേ എന്നിങ്ങനെ ഡൗട്ട് വന്ന് കാണുമല്ലോ. സോ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇനി പറയുന്ന കോളേജസും ഡീറ്റെയിൽസും. സോ കേരളയെ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതലും വെറ്ററിനറി കോഴ്സ് പഠിപ്പിക്കുന്ന കോളേജസ് വരുന്നത്. അതായത് ഹരിയാന, രാജസ്ഥാൻ, പഞ്ചാബ് ഈ ഒരു പ്ലേസുകളിലാണ്. അപ്പൊ ഇവിടുത്തെ കോളേജുകളിൽ ഒരു ക്രൈറ്റീരിയ പറയുന്നത് പറഞ്ഞാല് നീറ്റ് കമ്പൽസറി ആയിട്ട് അറ്റൻഡ് ചെയ്തിരിക്കണം, മിനിമം 1 മാർക്കാണ് അവർക്ക് സ്കോർ ചെയ്യേണ്ടത്. അതായത് നെഗറ്റീവ് മാർക്ക് വരാൻ പാടില്ല,
മിനിമം 1 സ്കോർ എങ്കിലും അവർക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ ഇതാണ് അവരുടെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സ്റ്റുഡൻസിന് നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുത്ത് നിങ്ങൾക്ക് കൗൺസിലിംഗിൽ പങ്കെടുക്കാനുള്ള അവൈലബിലിറ്റി ഉണ്ട് കേട്ടോ. സോ ഇപ്പൊ ഏകദേശം ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയി കാണുമല്ലോ നിങ്ങൾക്ക്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു കോഴ്സിന്റെ കോഴ്സ് ഡ്യൂറേഷനെ കുറിച്ചിട്ടാണ്. അതായത് നോർമലി ഉള്ള MBBS പ്രോഗ്രാം പോലെ തന്നെ 5.5 ഇയേഴ്സ് ഡ്യൂറേഷൻ വരുന്ന ഒരു കോഴ്സ് തന്നെയാണ്. 4.5 ഇയേഴ്സ് കോഴ്സ് ഡ്യൂറേഷൻ പ്ലസ് 1 ഇയർ കമ്പൽസറി ഇന്റേൺഷിപ്പ് ആണ് ഇതിന് വരുന്നത്. ഇനി ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ +2 ബയോളജി സയൻസ് പഠിച്ച് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി കമ്പൽസറി ആയിട്ട് പഠിച്ച സ്റ്റുഡൻസിന് എബോവ് 50% മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. പിന്നെ അതിനകത്ത് നീറ്റിന്റെ ക്രൈറ്റീരിയ ഞാൻ നേരത്തെ ഓൾറെഡി നിങ്ങൾക്ക് ക്ലിയർലി മെൻഷൻ ചെയ്ത് തന്നിട്ടുണ്ട്. സോ അത് കേട്ട് ക്ലിയർലി മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ആപ്ലിക്കേഷൻസ് കൊടുക്കുക. വെറ്റിനറി കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഓപ്ഷൻസും അവൈലബിൾ ആണ്. മാസ്റ്റേഴ്സ് ആണെന്ന് പറയുന്നത് MVSC ആണ്, മാസ്റ്റേഴ്സ് ഓഫ് വെറ്റിനറി സയൻസ് എന്ന് പറഞ്ഞ കോഴ്സാണ് വരുന്നത്. ഒരുപാട് സ്പെഷ്യലൈസേഷൻസ് ഈ ഒരു കോഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. കൂടാതെ നിങ്ങൾക്ക് PhD റിസർച്ചിനൊക്കെ പോകാനുള്ള ചാൻസും വളരെ ഹൈ ആണ് കേട്ടോ. ഇനി നമ്മൾ വെറ്റിനറി സയൻസ് കോഴ്സിന്റെ സിലബസും സബ്ജക്ട്സും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാവുന്നതെന്ന് പറഞ്ഞാല് MBBS പ്രോഗ്രാംസിന് നോർമലി സ്റ്റുഡൻസ് പഠിക്കുന്ന ഏകദേശം എല്ലാ കോഴ്സും നമ്മൾ ഈ ഒരു വെറ്റിനറി സയൻസിനകത്ത് പഠിക്കുന്നുണ്ട്. അതായത് അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി, മൈക്രോബയോളജി, OB ആൻഡ് ഗൈനക്, ഫാർമക്കോളജി, ഇപ്പൊ ഇങ്ങനെയുള്ള സബ്ജക്ട്സിനകത്ത് കവർ അപ്പ് ആവുന്നുണ്ട്. കൂടാതെ തന്നെ ആനിമൽ ന്യൂട്രീഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് എക്സ്ട്രാ സബ്ജക്ട്സും ആഡ് ഓൺ വരുന്നുണ്ട്. പക്ഷെ ഇതിനകത്തൊരു ഡിഫറൻസ് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അനാട്ടമി പഠിക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ അല്ലെങ്കിൽ ഇൻഡെപ്ത് ആയിട്ടായിരിക്കും നമ്മൾ ഈ ഒരു വെറ്ററി സയൻസിനകത്ത് അനാട്ടമി പഠിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹ്യൂമൻ അനാട്ടമി പഠിക്കുന്നതിന് പകരം ഇവിടെ വരുമ്പോൾ ആനിമൽ അനാട്ടമി അല്ലെങ്കിൽ വെറ്റിനറി അനാട്ടമി ഇങ്ങനെയാണ് അറിയപ്പെടുന്നത്. അപ്പൊ അത് കുറച്ചുകൂടെ ഇൻഡെപ്ത് ആയിട്ടായിരിക്കും നമ്മൾ പഠിക്കുക. സോ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിൻലി നമ്മൾ ഈ ഒരു വെറ്റനറി കോഴ്സ് കവറപ്പ് ആവുന്നത്. സോ അപ്പൊ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് വെറ്റനറി കോഴ്സ് എടുക്കാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വേണ്ടുന്ന അത്യാവശ്യം വേണ്ടുന്ന 2 സ്കിൽസ് ആണ് പേഷ്യൻസും ഒബ്സർവേഷൻ സ്കിൽസും. കാര്യം എന്ന് പറയാനായിട്ട് നമ്മൾ നോർമലി ഒരു MBBS പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഡോക്ടറായിട്ട് പോയിരിക്കുന്നവരെ സംബന്ധിച്ചിട്ട് അവർക്കാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അവർക്കൊരു ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നത് മനുഷ്യരുമായിട്ടാണ്, ഹ്യൂമനുമായിട്ടാണ്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് അസുഖം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിപ്ലൈ തരാനുള്ള ശേഷി നമുക്ക് മനുഷ്യരെ സംബന്ധിച്ചുണ്ട്. പക്ഷെ ഇവിടെ വെറ്റിനറി കോഴ്സ് എടുക്കുന്നവരെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ററാക്ട് ചെയ്യാൻ പോകുന്നത് മനുഷ്യരുമായിട്ടല്ല, മൃഗങ്ങളും അതായത് ആനിമൽസുമായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് അസുഖം അല്ലെങ്കിൽ എന്താണ് രോഗം എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒറ്റ വാക്കിൽ ഉത്തരം പറയാനുള്ള ശേഷി അവർക്കില്ല. അപ്പൊ നമ്മളാണ് അത് എന്താണ് അവർക്ക് അസുഖം, എങ്ങനെയാണ് അവരെ ട്രീറ്റ് ചെയ്യേണ്ടത്, അവർക്ക് എങ്ങനെ ട്രീറ്റ്മെന്റ് കൊടുത്താൽ അവരുടെ ആ ഒരു അസുഖം മാറി കിട്ടും എന്നൊക്കെ നമ്മൾ അനലൈസ് ചെയ്ത് ക്ഷമയോടുകൂടി അനലൈസ് ചെയ്ത് നമ്മളത് ട്രീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒബ്സർവേഷനും പേഷ്യന്റ് സ്കില്ലും നിങ്ങൾക്ക് നല്ല രീതിയിൽ വേണം. ഡെവലപ്പ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കരിയറിൽ ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ. കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം വെറ്റിനറി യങ്, വെറ്റിനറി സർജൻ, ആനിമൽ സർജൻ, വെറ്റിനറി ഇൻസ്പെക്ടർ, ആനിമൽ പാത്തോളജിസ്റ്റ് എന്നീ പോസ്റ്റുകളിൽ നിങ്ങൾക്ക് ഗവൺമെന്റ് സർവീസിലും അതുപോലെ പ്രൈവറ്റ് സെക്ടറിലും ഒക്കെ വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒരുപാടുണ്ട്. കൂടാതെ ഇന്ത്യക്കകത്ത് മാത്രമല്ല പുറത്തും എബ്രോഡ് കൺട്രീസിലൊക്കെ നല്ല രീതിയിൽ വേക്കൻസീസ് സ്കോപ്പ് ഉള്ള ഒരു കോഴ്സും കൂടാണ് ഈ ഒരു വെറ്റിനറി സർജൻ അല്ലെങ്കിൽ വെറ്റിനറി ഡോക്ടർ എന്ന് പറയുന്ന ഒരു ജോബ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ജോബിന് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചോ സ്കോപ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ സാലറിയെ സംബന്ധിച്ചോ നിങ്ങൾ ഒരുപാട് ടെൻസ്ഡ് ആവേണ്ട ആവശ്യമില്ല. ഇത് മാത്രമല്ല ഇനി നിങ്ങൾക്ക് ഓണായിട്ട് പ്രൈവറ്റ് ക്ലിനിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും ഈ ഒരു വെറ്റിനറി കോഴ്സിന് ശേഷം അവൈലബിൾ ആയിട്ടുണ്ട്. സോ വെറ്റനറി കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഫീസ് സ്ട്രക്ചർ ആയിക്കോട്ടെ, അതുപോലെ കോളേജുകളിലെ അഡ്മിഷൻ പ്രൊസീജിയറിനെ കുറിച്ച് ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സിനും ഡു കോൺടാക്ട് വിത്ത് ESA എഡ്യൂക്കേഷൻ.